നമസ്കാരം, കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഏതു പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യതയുള്ളതിനാൽ പനിക്ക് സ്വയം ചികിത്സ തേടരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൃത്രിമപ്പാലുകൾ സ്ഥാപിച്ച് മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ വിഴിഞ്ഞം നോർത്ത് ഹാർബറിൽ നാളെ നിർവഹിക്കും. 9 മറൈൻ ജില്ലകളിലെയും തീരക്കടലിൽ കൃത്രിമപ്പാലുകൾ സ്ഥാപിക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലക്ഷ്യമിടുന്നത്. 6300 കൃത്രിമപ്പാലുകൾ നിക്ഷേപിക്കുന്നതിന് 13.02 കോടി രൂപയുടെ ഭരണാനുമതിയും ഫണ്ടും ലഭ്യമാക്കിയിട്ടുണ്ട്. കേരള തീരക്കടലിൽ സുസ്ഥിര മത്സ്യബന്ധനവും മെച്ചപ്പെട്ട ജീവനോപാധിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ കലാലയങ്ങളിൽ 1000 കൺസ്യൂമർ ക്ലബ് കൂടി ആരംഭിക്കുമെന്ന് സംസ്ഥാന സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ വകുപ്പ് മന്ത്രി GR അനിൽ. വിദ്യാർത്ഥികളിൽ ഉപഭോക്തൃ അവബോധം വളർത്തുക എന്നതാണ് കൺസ്യൂമർ ക്ലബുകളുടെ ലക്ഷ്യം. റിസർവ് ബാങ്കിനെ കുറിച്ച് വെബ് സീരീസ് തയ്യാറാക്കാനൊരുങ്ങി സ്റ്റാർ ഇന്ത്യ. റിസർവ് ബാങ്കിന്റെ 90ാം വാർഷികാഘോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വെബ് സീരീസ് ഒരുങ്ങുന്നത്. RBIയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കുക എന്നതാണ് വെബ് സീരീസിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ 90 വർഷത്തെ റിസർവ് ബാങ്കിന്റെ യാത്രയെ പറ്റിയും വെബ് സീരീസ് ചർച്ച ചെയ്യും. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ AI പകർപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. ബസിലിക്കയുടെ വാർഷികാഘോഷങ്ങൾ 2025 നടക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നൂതന പദ്ധതി നടപ്പിലാക്കുന്നത്. മൈക്രോസോഫ്റ്റും ഹെറിറ്റേജ് ഡിജിറ്റൈസേഷൻ കമ്പനിയുമായി ഇക്കോണമും കൂടിയാണ് പ്രോജക്ടിന് നേതൃത്വം നൽകുന്നത്. അന്താരാഷ്ട്ര അറക്കവത്സരാവ് ദിനമായ നവംബർ 17-ന് CMFRI ബോധവൽക്കരണ സംഗമം നടത്തും. വംശനാശ ഭീഷണി നേരിടുന്ന അറക്കവത്സരാവുകളെ അടുത്തറിയാനും ശാസ്ത്രജ്ഞരുമായി സംവദിക്കാനും അവസരമുണ്ടാകും. ഹൈസ്കൂൾ തലം മുതൽ ഉയർന്ന ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ത്രസം 2024 എന്ന പേരിൽ വന്യജീവി ഫോട്ടോ പ്രദർശനം നാളെ എറണാകുളം ദർബാർ ഹാളിൽ TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്യും. വനത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം, സംരക്ഷണം, വന്യജീവി പരിപാലനം എന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രദർശനം. കേരള വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ആദ്യ ഫൈബർ അധിഷ്ഠിത ഇന്റർനെറ്റ് TV സർവീസിന് തുടക്കമിട്ട് പൊതുമേഖലാ സ്ഥാപനമായ BSNL. IFTV എന്ന പേരിലാണ് സേവനം ലഭ്യമാകുക. ഇന്റർനെറ്റ് അധിഷ്ഠിത TV സർവീസുകളിൽ നിന്നും വ്യത്യസ്തമായി സെറ്റ് ടോപ്പ് ബോക്സും ഡാറ്റ പ്രശ്നങ്ങളും ഇല്ലാതെ ടെലിവിഷൻ ചാനലുകൾ ഇതുവഴി ലഭ്യമാകും. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.